എല്ലാ കൂട്ടുകാരെയും ജെഫറി ടിപ്സിൻ്റെ നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ നല്ലൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് അത്യാവശ്യം ചെറിയ മഴയൊക്കെ പെയ്തു. അപ്പോൾ നമുക്ക് മഴക്കാലത്ത് ഏറ്റവും നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരുന്ന ഒരേ ഒരു ചെടിയാണ് നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി ബോൾസം പ്ലാന്റ്. അപ്പം ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള കളറുകളൊക്കെ ഉണ്ടല്ലോ നല്ല മൾട്ടി കളർ വരുന്നതാണ്. നോക്കി എന്ത് ഭംഗിയുള്ള കളറുകളാണെന്നറിയാം. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ചെടീൻ്റെ സൈസും അതുപോലെ ഇതിൻ്റെ കളറും എല്ലാം കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. നമ്മുടെ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എന്താണെന്നറിയാമോ, ഈ ഒരു ചെടീനെ വളർത്താൻ അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളോട് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിയിട്ട് അത് നല്ല വൃത്തിയായിട്ട് പിടിച്ച് കിട്ടണമെങ്കിൽ ഞാനത് എങ്ങനെ നടുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതുപോലെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിരിക്കാനായിട്ട് ഞാൻ എന്ത് വളങ്ങളാണ് കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് കൂടെ ശ്രമിക്കണേ. അപ്പോൾ നമ്മുടെ പൂച്ചെടിൻ്റെ കളറുകളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇത് കണ്ടോ, ഇതൊക്കെ മൾട്ടി കളർ വരുന്ന നല്ല അടിപൊളി ഫ്ലവർ വരുന്ന ചെടിയാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ കയ്യിൽ വരുമ്പോൾ പെട്ടെന്നുള്ള നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ചെടികളാണ് കേട്ടോ. ഇതുപോലെ തന്നെ നമ്മുടെ നല്ല ഭംഗിയുള്ള നല്ലൊരു കളറാണ് കേട്ടോ. ഈ കാണുന്ന കളറ് നല്ല ബ്രൈറ്റ് ഓറഞ്ച്, എന്ത് ഭംഗിയെന്നറിയാം കാണാനായിട്ട്. ഇങ്ങനെ നല്ലൊരു കളർ കേട്ടോ. ക്യാമറയിൽ അത്ര ഭംഗിയായിട്ട് അങ്ങ് തിരിയുന്നില്ല. അതുപോലെ ഈ കാണുന്നത് നമ്മുടെ ഓറഞ്ചിൽ നമുക്ക് ഇതുപോലെ തന്നെ കണ്ടോ ഷെയ്ഡ് വരുന്ന കളറാണ് കേട്ടോ. അങ്ങനെ ഒത്തിരി നല്ല ഭംഗിയുള്ള കളറുകൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഭംഗിയുള്ള കളറുകളാണ് ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ ഭയങ്കര ഭംഗിയുള്ള വെറൈറ്റീസ് ആണ്. അപ്പൊ ഇനിയും കുറെ കളറുകളുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഫ്ലവർ വിരിഞ്ഞു, ചിലതിൽ ഫ്ലവർ വിരിയാനുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ നമ്മൾ പ്ലാന്റ്സുകൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ, ഇതിന്റെ എല്ലാം ചെടികളുടെ ലീഫിന് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആ ലീഫിന്റെ മാറ്റം കണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും പ്ലാന്റ്സുകൾ അയച്ചു തരാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ ഞാൻ തെളിവ് സഹിതം കാണിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിനോട് ചേർന്ന് കഴിഞ്ഞ മഴക്കാലത്ത് നമ്മൾ നട്ട് വെച്ചേക്കണ പൂച്ചെടികളായിരുന്നു. എന്ത് ഭംഗിയായിട്ടാണെന്നറിയാം പൂവിട്ട് നിൽക്കുന്നത്. അതും അത്യാവശ്യം ചെറിയൊരു മഴ കൊണ്ടാലൊന്നും കുഴപ്പമില്ല, ഓവർ മഴ കൊണ്ടിട്ടുണ്ട് പ്ലാന്റ് നാശമാവും. പിന്നെ നമ്മുടെ പ്ലാന്റിന്റെ സൈസ് കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇതുപോലെയൊക്കെയുള്ള നല്ല അടിപൊളി പ്ലാന്റ്, നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ. മറ്റൊരു ചെടി, ഇത് മറ്റൊരു ചെടി, അതുപോലെ തന്നെ മറ്റൊരു ചെടി കാണിച്ചു തരാം. ഇത് മറ്റൊരു ചെടി. ഇതുപോലെ എല്ലാം നല്ല ഹെൽത്തി ആയ നല്ല പ്ലാന്റ് ആണ് കേട്ടോ. ഇത് കണ്ടോ, ഇതും ഇതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള കളറാണ്. ഒന്ന് നോക്കിയേ, ഇത്രയും ചെറിയ പ്ലാന്റിൽ എന്ത് ഭംഗിയായിട്ടാണ് നോക്കി ഫ്ലവർ വിരിയുന്നത് കണ്ടോ. മുട്ടുണ്ട്, അതുപോലെ നിറച്ച് ഒരു ചെടി നിറച്ച് ഇതുപോലെ പൂവിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉള്ള നമ്മുടെ വീട്ടില്, അതായത് പൂക്കളുള്ള ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ട നല്ലൊരു ചെടിയാണ് ഈ ഒരു ചെടിയാണ്. നമുക്ക് വേനൽക്കാലം എന്നില്ല, മഴക്കാലം എന്നില്ല, എല്ലാ സമയത്തും പൂക്കൾ തരുന്ന ചെടിയാണേ. അപ്പൊ നമ്മുടെ പ്ലാന്റിന്റെ സൈസും കാര്യങ്ങളെല്ലാം എല്ലാവരും കണ്ടില്ലേ. അപ്പൊ നമ്മുടെ ഈ ഒരു പ്ലാന്റ് നമ്മൾ തരുന്നത് എങ്ങനെയെന്നറിയാം, 5 പ്ലാന്റിന്റെ ഒരു കോംബോ ആയിട്ടാണ് തരുന്നത്. അപ്പൊ 5 പ്ലാന്റിന്റെ കോംബോ വാങ്ങുന്നവർക്ക് ഇതുപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റിന്റെ ബോൾസം പ്ലാന്റിന്റെ ഇതുപോലത്തെ 2 പ്ലാന്റ് നമ്മൾ അതിന്റെ കൂട്ടത്തിൽ ഫ്രീ ആയിട്ട് തരും. അപ്പൊ ടോട്ടല് 7 പ്ലാന്റ് കിട്ടുന്നതായിരിക്കും കേട്ടോ. പ്ലാന്റ്സുകളുണ്ടല്ലോ, ഇപ്പൊ ഈ ഹൈബ്രിഡ് ബോൾസ് അല്ലാതെ വേറെ ഏതെങ്കിലും പ്ലാന്റ്സ് ഒക്കെ വേണമെന്നുള്ളവർക്ക് നമ്മുടെ കാറ്റലോഗിൽ എല്ലാ പ്ലാന്റിന്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നോക്കി അങ്ങനെയും വാങ്ങാവുന്നതാണ്. അപ്പൊ പ്ലാന്റ്സുകൾ വേണ്ടവര് എത്രയും പെട്ടെന്ന് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. അപ്പൊ ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ, നമ്മുടെ ഒരു വീഡിയോ ഇടുമ്പോൾ അപ്പൊ തന്നെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അതായത് ഇതിന്റെ കളറുകൾ ഈ ഒരു പൂവിനെ കണ്ടിഷ്ടപ്പെട്ടിട്ടാണ്. നമുക്ക് ഈ ഒരു പ്ലാന്റിനെ ഞാൻ എങ്ങനെയാണ് ഇത് നട്ടു കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് ഒരു പ്ലാന്റ് എടുത്തിട്ടുണ്ട് കേട്ടോ നടാനായിട്ട്. അപ്പൊ ഇതാട്ടോ നല്ല അടിപൊളിയായ ഒരു പ്ലാന്റ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള ഒരു കളറാണ് കണ്ടോ. ഇതിന്റെയൊക്കെ ലീഫിന്റെ ഒരു വ്യത്യാസം കണ്ടോ. അപ്പം ഞാനിവിടെ മണ്ണ്, മണല്, ചകിരിച്ചോറ്, ചാണകപ്പൊടി കൂടിയ നല്ല ഇളക്കമുള്ള ഒരു പോട്ടി മിക്സർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ ഈ ഒരു ചെടീനെ ഉണ്ടല്ലോ, നമ്മൾ ഇതുപോലെ മണ്ണ് കളഞ്ഞ് ഇതുപോലെ നമ്മൾ ഒരു കുറച്ച് മണ്ണ് അടിയിൽ നിന്ന് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു പോട്ടിലേക്ക് അങ്ങ് നട്ടു കൊടുക്കുക. എന്നിട്ട് ഇനി ബാക്കി കുറച്ച് പോട്ടി മിക്സർ കൂടെ ഒരു മുകളിൽ ഇട്ട് കൊടുക്കാതെ, ഇനി ഇതുപോലെ ഈ ഒരു ചെടീൻ്റെ ചുവട്ടിൽ നമുക്ക് ഇതുപോലെ കുറച്ച് പോട്ടി മിക്സറും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു തണലത്ത് വെച്ച് കൊടുക്കണം കേട്ടോ. ഒരു കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ ഒരു പ്ലാന്റ് ഒന്ന് പിടിച്ച് സെറ്റായി കിട്ടുന്നിടം വരെ തണലത്ത് വെച്ച് കൊടുക്കുക. അപ്പൊ അതിനുശേഷം ഉണ്ടല്ലോ പിന്നീട് ഈ ഒരു ചെടി നമ്മുടെ ഓരോരുത്തരുടെയും നാട്ടിലെ മണ്ണൊക്കെ ആയി പിടിച്ച് സെറ്റായി എന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ NPK 19 ഉണ്ടല്ലോ, അത് നമ്മുടെ ചെടീൻ്റെ ഇലകളിലൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് നമ്മുടെ ചെടികൾ വളരും കേട്ടോ. പിന്നെ കൂടാണ്ട് ചുവട്ടിൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ നമ്മൾ ചെടീനെ നല്ലോണം ശ്രദ്ധിച്ച് നോക്കുക. നല്ല ഭംഗിയായിട്ട് പൂക്കൾ വരും. പിന്നെ ഈ ഒരു ചെടിക്ക് നമ്മുടെ മഴക്കാലത്ത് വരുന്ന പ്രശ്നമാണ് കേട്ടോ, ഭയങ്കര പുഴുശല്യം, പെട്ടെന്ന് പുഴുശല്യം വരുന്ന ഒരു ചെടിയാണ്. അപ്പൊ അതിനെന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ ഏത് തരത്തിലുള്ള ഒരു പെസ്റ്റിസൈഡ് ആണോ ഉള്ളത് അത് നമ്മളൊരു ആഴ്ചയ്ക്ക് വെച്ചിട്ട് ഈ ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഈ ഒരു ചെടിക്ക് യാതൊരു കംപ്ലൈന്റും വരാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ വെള്ളം കൊടുക്കുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇതൊരു തരത്തില് എന്താ പറയുക, പെട്ടെന്ന് ഇങ്ങനെ വെള്ളം അധികമായിട്ടുണ്ട് ചീഞ്ഞും പോകും,
എന്നാൽ വെള്ളം ഒട്ടും കിട്ടാതെ ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വാടിയും പോകുന്ന ഒരു തരം ചെടിയാണ് കേട്ടോ. അപ്പൊ നമ്മളൊരു പാകത്തിന്, അതായത് ഈ ചെടീന്റെ ചോട് ചെറിയ രീതിയിൽ നനയത്തക്ക രീതിയിൽ മാത്രം നമുക്ക് വെള്ളം കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ അങ്ങനെ നട്ടു കൊടുക്കുക. അപ്പൊ ഇതുപോലെയൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു ചെടീന്റെ കെയറിങ്. നമ്മുടെ പൂച്ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ, ഞാൻ ഈ കാണിച്ചെന്ന രീതിയിലൊക്കെ നമ്മുടെ പ്ലാന്റ് നട്ടു കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ നല്ല ഭംഗിയായിട്ട് എല്ലാവരുടെ വീട്ടിലും എല്ലാവരും ആഗ്രഹിക്കുന്നതോടെ ഒരു പൂന്തോട്ടം നട്ടുപിടിപ്പിക്കാനായിട്ട് പറ്റും. നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഓരോ തരത്തിലുള്ള ചെടികൾ പോകുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും നമ്മൾ നട്ടുകൊടുത്ത് ഇങ്ങനെ നല്ല അടിപൊളിയാക്കി എടുക്കും കേട്ടോ. അപ്പൊ ഇതുപോലെ നമ്മളൊരു പൂച്ചെടീനെ നടാനൊക്കെ ആയിട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എല്ലാവരും ഉണ്ടല്ലോ, നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, നമ്മുടെ മനസ്സും ശരീരവും കൊടുക്കണം. എന്നാൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരും. കൃത്യമായിട്ട് വളം കൊടുക്കണം, കൃത്യമായ രീതിയിൽ പെസ്റ്റിസൈഡ് കൊടുക്കണം, പിന്നെ പോകുന്നതിനനുസരിച്ച് ചെടികൾ മാറ്റി നട്ടു കൊടുക്കണം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു പൂന്തോട്ടം നമുക്ക് എല്ലാവർക്കും ആക്കിയെടുക്കാം. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കൂ കേട്ടോ. അപ്പൊ ഇങ്ങനെ കുറേ നല്ല പൂക്കളുടെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ പൂക്കളെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് വേണ്ട രീതിയിൽ എല്ലാ കാര്യങ്ങളും, അതായത് ഒരു ചെടി വളർത്താനും അതിന് കൊടുക്കേണ്ട വളങ്ങളും എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഉപകാരമുള്ളൊരു വീഡിയോസ് ആയിട്ടാണ് നമ്മുടെ ചാനൽ നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പൊ ഇനിയും നമുക്ക് ഇതുപോലെയൊക്കെയുള്ള നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പൊ ചെടികളും കാര്യങ്ങളും വേണ്ടവര് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.